കുട്ടികൾ വെള്ളത്തിൽ വീണത് ഇവിടുന്ന് ഞാൻ കോള് കേട്ടിട്ടാണ് ഞാൻ ഓടിപ്പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടാവും സംഭവ സ്ഥലത്തേക്ക്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് 1 കിലോമീറ്ററോളം ഈ ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഞാൻ പോയത്. ഒരു 5-5:45 ഈ സംഗതി നടക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ റേഞ്ച് ഞാൻ വീട്ടിൽ നിന്ന് ബലിയെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ബിജീൻ്റെ കോള് വരുന്നത്. ആ കോള് വരുമ്പോൾ ഞാൻ അപ്പാട് പിന്നെ ഭാര്യയോട് പറഞ്ഞിങ്ങനെ 3-4 കുട്ടികൾ വെള്ളത്തിലായിട്ടുണ്ടെന്നു. അപ്പോൾ വായിന്ന വാച്ചലിനാന്ന് ഞാൻ എൻ്റെ അനിയനെയും അതുപോലെ ഗ്രൗണ്ടിൽ നിന്ന് പിള്ളമാരെല്ലാം വിളിച്ച് പറഞ്ഞ് എല്ലാവരോടും വിവരം പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓടി ഇവിടത്തേക്ക് വരിക കഴിഞ്ഞത്. രക്ഷപ്പെടുത്താൻ പറ്റാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. അതെ, രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതാ എനിക്ക് ഭയങ്കര സങ്കടം. രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ കാര്യമാണ്, അല്ലാതെ പിന്നെ ഇതൊന്നും എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞിരിക്കും നമ്മൾ പറയാമെന്നല്ലാണ്ട്. ഓടി എത്തുമ്പോഴേക്കും ഏറ്റുകാരൻ രാജീവാട്ടൻ ആടിങ്ങനെ ആ മരവും പിടിച്ചാടിങ്ങനെ നിൽക്കുന്നുണ്ടായിന്. കരിയിലെ വിജിയുടെ കരക്ക് നിൽക്കുന്ന ആ ഒരു ചെറിയ ചെക്കനെ ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. മറ്റേ വിജി തോണിയും പിടിച്ചിട്ട് അവിടെ വെള്ളത്തിൻ്റെ അകത്താണ് ഉള്ളത്. അപ്പോൾ ആ സമയം ഒരാളെ ഇവർ ഈ വഞ്ഞിക്കെട്ടിൻ്റെ അടുക്ക കഴിഞ്ഞിട്ട് അവരെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കടത്തുമായിരുന്നു. വെള്ളം വേലിയേറ്റ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുവരെ വെള്ളം എത്തുന്ന സമയമാണ്. ഇപ്പം വെള്ളം കുറഞ്ഞിട്ടാണ് ഉള്ളത്. ഭയങ്കര കലക്കായിരുന്നു. രാജീവാട്ടനും വിജയം കൂടിയിട്ടാണ് എടുത്തിട്ട് ഒരുത്തനെ ഇവിടെ കടത്തിയത്. പിന്നെ അത് ഞാൻ കഴിഞ്ഞിട്ട് 2 പേരെയും പിന്നെ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് എടുത്ത് കയറ്റുന്നത്. അവർ ഇവിടുന്ന് സ്ലിപ്പായി പോകാനാണ് സാധ്യത കാണുന്നത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ചൂണ്ടിയിടുന്ന സ്ഥലം, പിന്നെ എൻ്റെ തോണിയാണ് ആ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും അവർ തോണിയെല്ലാം കഴിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. പക്ഷേ എന്തൊക്കെ എടുക്കുന്ന സമയമൊക്കെ ചെറിയ ജീവനുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുപോകുന്ന വഴിയാണ് എല്ലാം സംഭവിച്ചത്. ചീരാച്ചേരി പുഴയിൽ മുങ്ങി 3 വിദ്യാർത്ഥികൾ മരിച്ചതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മാറാതെയാണ് നാട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 2 പേരുണ്ട് ഇവിടെ. 2 പേരുടെയും പേര് രാജീവൻ എന്നാണ്. എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ചെത്താൻ വന്നതാണ്. അവിടെ ചെത്തിക്കൊണ്ടൊക്കെ പൊച്ചോട്ട് മഴ വന്നു, അത്ര തന്നെ. അപ്പോൾ ഇവിടെ കാണുന്നത് ഇവർ കരഞ്ഞുകൊണ്ട് ഒരുത്തൻ തോണീൻ്റെ പള്ളൊക്കെ ഇങ്ങനെ വെക്കുന്നു. ബാക്കിയുള്ളവർ വെള്ളത്തിൻ്റെ അകത്ത് 2 ആൾ മുങ്ങിയിട്ടുണ്ടെന്ന് ഒരുത്തന ഇവിടുന്ന് ഇങ്ങനെ ആ ചീങ്ങാ കടലിലൂടെ കാണുന്നുണ്ട്. അപ്പോൾ അവരാ യോനെ എങ്ങനെയോ കൂടി പകുതി കൂട്ടുന്ന വിളിച്ച് കയറ്റി, മറ്റവനെ ചീനയിൽ നിന്ന് കയറി എങ്ങനെയും വിളിച്ച് കയറിയിട്ട് ഓനെയും കൂട്ടി കയറ്റി. ബാക്കി 2 ആളുള്ളത് ഇവരെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവരെ ബിജിയും വിജേഷും വന്നപ്പോൾ വിരാജിയും വന്നു, വിജേഷും കൂടി വന്ന് അവർ 2 ആളും 2 ദിക്കിലായിട്ട് കണ്ടു പരിധിയെടുത്തു കയറ്റിപ്പോയി. രക്ഷപ്പെടുത്തുമ്പോൾ നമുക്ക് അത്ര അറിയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് പൾസും കാര്യമൊന്നും അറിയില്ല. ചുരത്തിന് ചെറിയൊരു ഇതുണ്ടോയെന്ന് സംശയം കൊണ്ട് അപ്പോൾ എല്ലാവരും എടുത്തിട്ട് കൊണ്ടുപോയി. ബാക്കി നമ്മളൊന്നും അറിയുന്നില്ല. മീൻ പിടിക്കാനോ ഒന്നും അറിയില്ല. ഞാൻ ചെത്താൻ തുടങ്ങുമ്പോൾ അവിടുന്ന് പിന്നെ ഇവരിടുന്ന് കളിക്കുന്ന ചിരിക്കുന്നതിലും ഒച്ച ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇവൻ്റെ കുട്ടികളും അധികം ഇവിടുന്ന് ജലസമയം ഉണ്ടാകുന്നുണ്ട്. മത്സ്യം പിടിക്കാനെല്ലാം വരുമ്പോൾ നല്ല പല പുറക്കാരും എല്ലാം വരുന്നുണ്ട്. അങ്ങനെയാണെന്ന് ഞാൻ ധരിച്ചിന്. പക്ഷേ പിന്നെ അവിടുന്ന് ഒച്ച കേട്ടപ്പോൾ ടൈമിൽ ഞാൻ കിഞ്ഞ് പാഞ്ഞ് വന്ന അവിടെ കരിയുന്ന ഒച്ച കേട്ടിട്ട് പാഞ്ഞ് വന്നതാണ്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൽ തന്നെ വന്നു. നീന്തി രക്ഷപ്പെട്ടിട്ടില്ല. പോകാൻ തോണിക്കകത്താണ് ഉണ്ടായിട്ടുണ്ട്. തോണി ഇടുന്ന കഴിച്ചിട്ട് മല രക്ഷപ്പെടുത്താൻ വേണ്ടി തോണി എടുത്ത് പോയതാണെന്ന് അറിയില്ല. ഇങ്ങനെയാണ് ഉണ്ടായിന്. കൃത്രിമ ശ്വാസം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോ ആൾ എടുക്കുന്നതിന് കണക്കായിട്ട് ഇവിടെ കരക്ക് അപ്പോഴത്തേക്ക് ഓടിയ ആൾക്കാർ എത്തിയിരുന്നു. ഓരോ ആൾക്കാരെടുത്തു. പിന്നെ മയിൽ എസ്ഐയും അവരും വന്നു, അവരും ഇതുപോലെ ചെയ്തു. അപ്പോൾ അന്നേരം പറഞ്ഞു ചെറിയ ജീവനുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത പഠനം എല്ലാവരും കൂടി എടുത്ത് ഓടുകയായിരുന്നു. പിന്നെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിന്നെ രാജീവാട്ടനടിങ്ങനെ നിൽക്കുകയും കുട്ടിയിടുന്ന് കരയുകയും ചെയ്യുന്നു. ഒരു വിജേഷ് നിൽക്കുന്നു, ഒരു വിജേഷ് തോണി പിടിച്ച് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഒരാളെ അവരെടുത്തിട്ട് അവിടെ ഇങ്ങനെ കടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനപ്പോൾ തന്നെ എടുത്ത് വെള്ളത്തിൽ തുള്ളി ഈ കുട്ടി കരയുന്നുണ്ട്. മോനെ കരയില്ലാന്ന് പറയുമ്പോൾ എടുത്ത് ഞാൻ വെള്ളത്തിൽ ചാടി. പിന്നെ ഭയങ്കര വെള്ളമായിരുന്നു, ഇതുവരെ ഉള്ള വെള്ളമായിരുന്നു. ഭയങ്കര കലപ്പമുണ്ട്. അപ്പോൾ ഒരാളെ ആ വഞ്ഞിക്കെട്ടിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് നേരത്ത് കിട്ടി, ഒരാളെ ഒരു 6 അടി ഇപ്പുറത്തോട്ട് മാറിയിട്ട് അന്ന് കിട്ടിയത്. പിന്നെ അവരെ ഡ്രസ്സാണ് ഈ കാണുന്നതല്ലോ. എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് സ്ലിപ്പായിട്ട് വീഴാനാണ് സാധ്യത. അവിടെ ഇങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ സംഭവിച്ചിട്ട് ആ പാലത്തിൻ്റെ ആ സമീപത്ത് നിന്ന് പിന്നെ വെള്ളത്തിലായിന് അങ്ങനെ പരിപ്പും കട വെള്ളം അങ്ങനെ ഒഴുക്കില്ലായിരുന്നു. എന്ന് വെച്ചാൽ വേലിയേറ്റ സമയമായത് കാരണവും പിന്നെ മേവെള്ളം വരുന്നത് കാരണവും പിന്നെ വെള്ളത്തിന് ഒഴുക്കില്ല. പക്ഷേ ഓവർ വെള്ളം ഉണ്ടായിരുന്നു. അത് മുകളോളം വെള്ളം കയറിയിരുന്നു. ഭയങ്കര കലക്കായിരുന്നു. കുറച്ച് കലക്ക് കുറവ്. കരയിടിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ആ കര അവിടെ ഒരു സ്ലിപ്പായ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരുത്തനെ നീന്തറിയുന്ന തോന്നുന്നു. അതാണ് ചെളി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ചെളിയിൽ ഞാൻ എടുക്കുമ്പം ചെളിയിൽ അങ്ങനെ പോയതൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച അവരിവിടെ ഇതേ മോഡൽ കുളിക്കാൻ വേണ്ടി വന്നേരം ഞാൻ ചോദിച്ചിന് അവരോട്, മക്കളെ നിങ്ങൾക്ക് നീന്തറിയാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഏട്ടാ എനിക്ക് നീന്തറിയാമെന്ന് പറയുകയും ചെയ്യുന്നു.
വെള്ളം ഏറ്റം എന്ന് പറഞ്ഞാൽ ഇത് അതായത് വേലിയേറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിൽ വെള്ളം ഉണ്ടാവും. അതായത് പറഞ്ഞാൽ ഇത് ഇങ്ങനെ അതിൻ്റെ വെള്ളത്തിൻ്റെ കടപ്പ് ഇപ്പം വെയിൽ ഇറക്കായത് കാരണം പിന്നെ ഇത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രോളം വെള്ളം അപ്പോൾ ആടിങ്ങനെ ഒരു ചെറിയൊരു കുണ്ടുണ്ട്, ആ കുണ്ടിലാണ് അവർ താണു പോയിട്ടുള്ളത്. പക്ഷേങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്താ വെച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര മനസ്സിനൊരു വിഷമമുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും.